സുഹൃത്തുക്കളെ, ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങൾ വിലസിയ വർഷത്തെക്കുറിച്ച്. അതായത് ആദ്യകാല നായകൻ തിക്കുറിശി, ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേംനസീർ സാറിൻ്റെയും അഭിനയ ചക്രവർത്തി സത്യമാഷയുടെയും വരവോടുകൂടി നായകസ്ഥാനത്ത് നിന്ന് പിന്തള്ളപ്പെട്ടു. പിന്നെ അദ്ദേഹം നസീർ സാറിൻ്റെയും സത്യമാഷയുടെ അച്ഛനായിട്ട് അഭിനയിക്കാൻ തുടങ്ങി. അതിനുശേഷം 1952 മുതൽ 1971 വരെ, അതായത് 19 വർഷം, ഏകദേശം 20 വർഷം തന്നെ. അപ്പോൾ ആ കാലയളവിൽ 2 നായകന്മാർ മാത്രമേ, 2 സൂപ്പർ താരങ്ങൾ മാത്രമേ മലയാള സിനിമയിൽ ഉണ്ടായിട്ടുള്ളൂ. സൂപ്പർ താരങ്ങളായിട്ടും നായകന്മാരായിട്ട് 2 നായകന്മാർ മാത്രം, വേറെ ആരുമില്ല. ഒരു പടം നസീർ സാറിൻ്റെ ഇറങ്ങും, ഒരു പടം സത്യമാഷ ഇറങ്ങും. ചിലപ്പോൾ നസീർ സാറിൻ്റെ 3 പടം ഇറങ്ങും, സത്യമാഷ ഒരു പടമായിരിക്കും. അങ്ങനെ നസീർ സാറ് ആ കാലയളവിൽ അതിവേഗത്തിൽ 200 സിനിമകൾ പൂർത്തിയാക്കി. സത്യമാഷ 125 സിനിമ അപ്പോഴൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ നസീർ സാറിൻ്റെ പടം തന്നെയാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. പിന്നെ 71 വരെ 2 നായകന്മാർ വെച്ച് മധു 63 വന്നിട്ട് മധു പിന്നെ സ്വതന്ത്രമായി നായകനായിട്ട് അഭിനയിക്കാൻ തുടങ്ങിയിട്ടില്ല. 63 വന്നില്ലെങ്കിലും സത്യൻ്റെ കൂടെ ഉപനായകനായിട്ടുണ്ടാവും, നസീർ സാറിൻ്റെ കൂടെ ഉപനായകനായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ 2 നായകന്മാർ മാത്രം ഈ 19 വർഷം പിന്നെ കൈയടിക്കുമെന്ന് പറഞ്ഞത്. മധുവിന് അന്നേരം നായകനായിട്ട് ആൾക്കാർ നായകഗണത്തിൽ പെടുത്തിയിട്ടില്ല, ഈ ഉപനായകനായിട്ട് ഉണ്ടാവും. പിന്നീട് സത്യമാഷ മരണ ശേഷമാണ് മധു സ്വതന്ത്രമായി ശരിക്കും നായകനാകുന്നത്. പിന്നീട് നസീർ മധു എന്നുള്ള നിലയിലെത്തി 2 നായകന്മാർ. അതിൻ്റെ ഇടയിൽ വിൻസെൻ്റ്, സുധീർ, രാഘവൻ എന്ന 3 യുവനായകന്മാർ വന്നു. പക്ഷെ അവരും ഈ സോളോ ഹീറോയായിട്ട് അഭിനയിക്കില്ല. ഒന്നുകിൽ രാഘവൻ, വിൻസെൻ്റ്, സുധീർ അങ്ങനെ പോകും. ഒരു ഒറ്റക്ക് നിന്നിട്ട് അഭിനയിക്കാനുള്ള ശേഷി അവർക്ക് ഉണ്ടായിട്ടില്ല ആദ്യകാലത്ത്. പിന്നീട് കുറച്ച് കഴിയുമ്പോൾ, ഒരു 3-4 വർഷം കഴിയുമ്പോൾ അവർ സോളോ ഹീറോയായിട്ട് അഭിനയിക്കാൻ തുടങ്ങി. അതിന് ശേഷമാണ് നായകന്മാർ കൂടുതൽ വരുന്നത്. നസീർ സാറും മധുചേട്ടനും കൂടാതെ കുറച്ച് നായകന്മാർ വന്നു. പിന്നീട് വരുന്നത് സോമനാണ്. സോമൻ, സുകുമാരൻ, ജയ. ഇതിൽ സോമൻ അതിവേഗം നായകനായി, പെട്ടെന്ന് തന്നെ നായകനായി. 1-2 വർഷം കൊണ്ട് സോമൻ നായകനായി. ഒരു വർഷം കഴിഞ്ഞാൽ ഉടനെ തന്നെ സോമൻ സൂപ്പർ സ്റ്റാർ പോയി. നസീർ സാറ് കഴിഞ്ഞാൽ പിന്നെ 2ാം സ്ഥാനത്തേക്ക് സോമൻ എത്തി. അപ്പം ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാറിൻ്റെ കൂടെ ഒരു സൂപ്പർ സ്റ്റാറും കൂടി വന്നു, സോമൻ. മധുചേട്ടൻ അങ്ങനെ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ അങ്ങനെ അറിയപ്പെടുന്നില്ല അന്നത്തെ കാലത്ത്. സോമന് പിന്നെ തിരക്ക് വരാൻ തുടങ്ങി. സോമൻ നിന്ന് തരാൻ സമയമില്ല. സോമൻ വീട്ടിലെത്തുന്ന തന്നെ പാതിരാത്രിക്കുന്നില്ല എന്നാ പറയില്ല ആ കാലത്ത്. സോമനെ കണ്ടു കിട്ടാനില്ല. എല്ലാ പടം നസീർ സാറിൻ്റെ എല്ലാ പടത്തിനും സോമനുണ്ടാവും. അതേപോലെ സോമൻ സോളോ ഹീറോയായിട്ട് അഭിനയിക്കുന്ന പടത്തിനും സോമൻ. നസീർ സാർ ഈ സമയത്ത് സൂപ്പർ സ്റ്റാറിൻ്റെ സമയത്ത് നസീർ സാറിൻ്റെ പടത്തിൽ വില്ലനായിരിക്കും സോമൻ. സൂപ്പർ സ്റ്റാർ ആയിരിക്കും, പക്ഷേ ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാറിൻ്റെ കൂടെ സോമൻ വില്ലനായിട്ട്. അത് ജയനും അങ്ങനെ തന്നെ. ജയന് പിന്നീട് ജയൻ വന്നൊരു ജയൻ ഈ സോമൻ്റെ പോലെ പെട്ടെന്ന് നായകനായിട്ടില്ല, കുറേ ടൈം എടുത്തിരുന്നു. വില്ലനായിട്ട് നായകനായാൻ കുറേ സമയം എടുത്തു. പിന്നീട് നായകനായ ശേഷമാണ് പെട്ടെന്ന് സൂപ്പർ സ്റ്റാറായത്. അപ്പോൾ ഈ സൂപ്പർ സ്റ്റാറായ സമയത്ത് നസീർ സാറിൻ്റെ പടത്തിൽ ഉപനായകനായിട്ടാണ് ജേട്ടൻ അഭിനയിക്കല്, ഈ സോമൻ ചെയ്യുന്ന മാതിരി. അന്നത്തെ കാലത്ത് അങ്ങനെ നസീർ സാറ് ഈ വടവൃക്ഷം പോലെ നിൽക്കുന്നതല്ല, വലിയ സൂപ്പർ സ്റ്റാറായിട്ട്. അപ്പോൾ ഇവർ തനിയെ അഭിനയിക്കുമ്പോൾ ഇവർ നായകനായിട്ട് അഭിനയിക്കും, നസീർ സാറിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ ഇവർ ഉപനായകനായിട്ട് അഭിനയിക്കും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ നസീർ സാറ് 85 ശേഷം നസീർ സാർ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത്. പിന്നെ മമ്മൂട്ടി, മോഹൻലാലും പിന്നെ അഭിനയിക്കാൻ തുടങ്ങി. അതിനെക്കുറിച്ച് പിന്നെ ഇന്ന് വരെ മമ്മൂട്ടി, മോഹൻലാലുണ്ട്. ഓക്കെ.